ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് മറ്റു വീഡിയോസിന് മുകളിൽ അല്ലെങ്കിൽ സെർച്ച് ടാബിൽ ഏറ്റവും മുകളിലായി വരണം. എന്നാലാണ് നമുക്ക് ആ വീഡിയോയിൽ നിന്നും കൂടുതൽ വ്യൂസ് ലഭിക്കുക. ഇങ്ങനെ സെർച്ച് ടാബിൽ എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോയ്ക്ക് തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടാഗ്സ് എല്ലാം കൊടുക്കുന്നത്. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് സെർച്ച് ടാബിൽ വരുമ്പോൾ സെർച്ച് ടാബിൽ 10ാമതായിട്ടാണ് ആ വീഡിയോ വരുന്നത് എന്നിരിക്കട്ടെ. എന്നാൽ പലരും നമ്മുടെ വീഡിയോ സ്ക്രോൾ ചെയ്ത് കാണുകയാണെങ്കിൽ ഈ 10ാമത്തെ പൊസിഷനിൽ നിന്നും അത് മുകളിലേക്ക് വരുന്നതാണ്. അതായത് അത് 9ാമത്തെ പൊസിഷൻ, അതുപോലെ കുറേ പേർ കാണുന്നെങ്കിൽ 8ാമത്തെ പൊസിഷൻ, അങ്ങനെ നമ്മുടെ വീഡിയോ മുകളിലേക്ക് വരും. നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക വഴി ലഭിക്കുന്ന വ്യൂസും അതുപോലെ സെർച്ച് ടാബിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ചിൽ നിന്ന് ലഭിക്കുന്ന വ്യൂസിനും ഒരുപാട് മാറ്റമുണ്ട്. യൂട്യൂബിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് ഏതെല്ലാം തരത്തിലാണ് വന്നിരിക്കുന്നത് എന്നത്. അത് നിങ്ങൾക്ക് തന്നെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, എക്സ്റ്റേണൽ സോഴ്സസ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് ലഭിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്താലും ഷെയർ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നവർ അത് മുഴുവനായി കാണണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. 20-30 വ്യൂസ് ഒക്കെ ഉള്ളൂ എങ്കിൽ കൂടിയും നിങ്ങൾ അടുത്ത വീഡിയോ നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ഇതുവഴി നിങ്ങളുടെ വ്യൂസ് കൂടുന്നതാണ്. ഇനി ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വ്യൂസും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നതിന് പകരമായി അവരോട് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് അതിൽ പോയി നിങ്ങളുടെ വീഡിയോ കാണാൻ പറയുക. കാരണം സെർച്ച് ടാബിൽ അല്ലെങ്കിൽ സജസ്റ്റഡ് വീഡിയോസിൽ നിന്നെല്ലാം നമ്മൾ വീഡിയോസ് ഓപ്പൺ ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ റാങ്കിങ് വർദ്ധിക്കും. ഇങ്ങനെ റാങ്കിങ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് സജസ്റ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നു എങ്കിൽ വീഡിയോ മുഴുവനായി കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന്, അതായത് നമുക്ക് മോണിറ്റൈസ് ആവുക എന്നുള്ള ഒരു ആവശ്യം മാത്രമല്ല, നമ്മുടെ ദീർഘകാല നിലനിൽപ്പിന് വേണമെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ജെന്യൂനായി നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെ വച്ചാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്തെല്ലാം വീഡിയോസിന് വ്യൂസ് കൂട്ടുന്നെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ള വ്യൂസ് മാത്രമായിരിക്കും ലഭിക്കുക. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ചാനൽ മോണിറ്റൈസ്ഡ് ആയി 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ലഭിച്ചു. എന്നാൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊന്നും തന്നെ വ്യൂസ് കിട്ടുന്നില്ല. കുറച്ച് സമയമെടുത്താണെങ്കിലും നമുക്ക് ജെന്യൂനായി വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ വച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസ്ഡ് ആയതിനു ശേഷവും നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം തന്നെ എത്തിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്